എല്ലാവർക്കും റോബസ് ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ അല്ലെങ്കിൽ നമ്മുടെ SSCയുടെ ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങൾക്ക് അറിഞ്ഞു കാണും. ഇല്ലെങ്കിൽ ഇതാ നമ്മുടെ CAPF SI എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പോൾ CAPF എന്ന് പറയുന്നത് നമുക്കറിയാം, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, അതായത് നമ്മുടെ കേന്ദ്ര സേനകൾ, നമ്മുടെ CISF, CRPF, ITBP, SSB ഇതുപോലുള്ള കേന്ദ്ര സേനകളുണ്ട്. അപ്പോൾ ഈ കേന്ദ്ര സേനകളിലേക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സേനയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഒരു SI റാങ്കിലുള്ള ഒരു യൂണിഫോം ജോലി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് വളരെ നല്ലൊരു അവസരം തന്നെയാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് വേണ്ട യോഗ്യതകൾ, ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ഡേറ്റ്, അതുപോലുള്ള ബാക്കിയുള്ള വിവരങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാവുന്നതാണ്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ നോട്ടിഫിക്കേഷൻ ആണ് CAPF-ലേക്കുള്ള SI, അതോടൊപ്പം തന്നെ നമ്മുടെ ഡൽഹി പോലീസിലേക്കുള്ള SI. ഈ രണ്ട് നോട്ടിഫിക്കേഷനും ഒരുമിച്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി വിവരങ്ങൾ നോക്കാം. ഓൺലൈൻ ആയിട്ടായിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻസ് കൊടുക്കേണ്ട ഡേറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2024 മാർച്ച് 4-ാം തീയതി മുതൽ നമുക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. ഇനി ഇത് അപ്ലൈ ചെയ്യാനുള്ള സമയപരിധി അവസാനിക്കുന്നത് ഈ വരുന്ന 28-ാം തീയതിയാണ്. മാർച്ച് മാസം 28-ാം തീയതി, 28/3/2024 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. രാത്രി 11 മണി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്താണ്, ഈ ഒരു ജോലി ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് ഒരു യൂണിഫോം ജോലി, അതും കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് SI എന്ന് പറയുമ്പോൾ അത്ര നല്ല ഹൈ റാങ്കിലുള്ള ഒരു പോസ്റ്റ് ആണ്. അപ്പൊ അത് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഈ പറയുന്ന സമയപരിധിക്കുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അതിൽ നമുക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ വേക്കൻസി, ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം വേക്കൻസീസ് പറയുന്നത് 4182. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇത്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ടോട്ടൽ വേക്കൻസീസ് നമ്മുടെ ഡൽഹി പോലീസിലേക്കും അതുപോലെ CAPF-ലേക്കും രണ്ടിലേക്കും ചേർത്തിട്ട് SI എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് 4182 വേക്കൻസിയാണ് ടോട്ടൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഒരു ജോലിയിൽ നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു സ്കെയിൽ ഓഫ് പേ അല്ലെങ്കിൽ ആ ഒരു പേ സ്കെയിൽ എത്രയാണെന്നുള്ളത് ഒന്ന് നോക്കിക്കേ. 35,400 മുതൽ 1,12,400 വരെ അത്രമാത്രം നല്ലൊരു സാലറി സ്കെയിൽ അല്ലെങ്കിൽ അത്രമാത്രം നല്ലൊരു പാക്കേജ് ഉള്ള നല്ലൊരു ജോബാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ പറയുന്ന സാലറി വളരെ അട്രാക്റ്റീവ് ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എന്താ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ വേക്കൻസീസ് നിങ്ങൾക്ക് മനസ്സിലായി, അതുപോലെ തന്നെ അതിന്റെ ഒരു പേ സ്കെയിലും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ എക്സാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, 28-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മാർച്ച് 28 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിന്റെ എക്സാം നടക്കാനായിട്ട് പോകുന്നത് മെയ് മാസത്തിലാണ്. അതായത് നമ്മുടെ മുൻപിലുള്ളത് ഏകദേശം 2.5-3 മാസമാണ് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ സമയം എന്ന് പറയുന്നത്. ഓൾറെഡി ഇവർ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ തന്നെ പറയുന്നുണ്ട് എക്സാം നടക്കാനായിട്ട് പോകുന്നത് മെയ് മാസത്തിലാണ്. മെയ് മാസം 9, മെയ് മാസം 10, മെയ് 13 ഈ 3 ഡേറ്റിലായിട്ടായിരിക്കും ഈ ഒരു എക്സാം നടത്തപ്പെടുക. ആൻഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് കേരളത്തിലും എക്സാം സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ യാതൊരു ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിവിടെ തിരുവനന്തപുരത്തും കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ ഈ പറയുന്ന ജില്ലകളിലൊക്കെ എന്താണ്, നമുക്ക് എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആണ്. മറക്കണ്ട, തിരുവനന്തപുരം ഉണ്ട്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ ഈ ഡിസ്ട്രിക്റ്റിലൊക്കെ എന്താണ്, നമുക്ക് എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ, നമ്മുടെ SSCയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം. ആ ഒരു സൈറ്റിന്റെ ഡീറ്റെയിൽ നമ്മളോട് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ ഒരു സൈറ്റിന്റെ അഡ്രസ് എന്ന് പറയുന്നത്. നമ്മൾ താഴെ കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ അതും നമ്മൾ എന്താണ് കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നേരിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു 100 രൂപ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഓൺലൈൻ ആയിട്ടായിരിക്കും ആ ഒരു ഫീസ് അടയ്ക്കേണ്ടത്. ഇനി ആ ഒരു ഫീസ് അടയ്ക്കുന്ന സമയത്ത് 1-2 കാറ്റഗറിക്കാർക്ക് ഫീസ് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അതാരൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് നമ്മുടെ വിമൻ കാൻഡിഡേറ്റ്സ്. ഞാൻ പറഞ്ഞു ഇതിലേക്ക് നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിമൻ കാൻഡിഡേറ്റ്സിന് ഈ ഒരു ഫീസ് അടയ്ക്കേണ്ടതില്ല. അവർക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. അവരെ കൂടാതെ നമ്മുടെ SC ST കാൻഡിഡേറ്റ്സ്, ഈ 2 കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക്, അത് കൂടാതെ നമ്മുടെ എക്സ് സർവീസ്മെൻ, അവർക്കും എന്താണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതും ഫ്രീ ആയിട്ട് ഇവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ള ജനറൽ കാറ്റഗറിയിൽ വരുന്ന
പുരുഷന്മാർക്കൊക്കെ എന്താണ് ഒരു 100 രൂപ ഫീസ് അടയ്ക്കേണ്ടി വരും. പക്ഷെ ഒരു 100 രൂപ പോയാൽ എന്താണ്, നമ്മൾ ഓൾറെഡി സാലറി സ്കെയിൽ കണ്ടതാണ് അല്ലെ, 35,000 മുകളിലാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് സാലറി ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ 100 രൂപ എന്ന് പറയുന്നത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. മാത്രമല്ല സെക്യൂർ ആയിട്ടൊരു ജോബ്, നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം പോലെ, അതും ഒരു യൂണിഫോം ജോലി, കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു യൂണിഫോം ജോലി. അപ്പൊ ആ സ്വപ്ന സാഫല്യത്തിലേക്കുള്ള ഒരു വഴി മാത്രമാണ്. അപ്പൊ 100 രൂപ അത്ര വലിയൊരു ഫീസ് ആയിട്ട് നിങ്ങൾ കാണേണ്ടതില്ല. നിങ്ങൾ എത്രയും വേഗം ആ പറയുന്ന 28 അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനിയുള്ളൊരു 2-3 മാസം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് ക്വാളിഫിക്കേഷൻ, എന്ത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട് അല്ലെ. അപ്പോൾ എന്താണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്? ഡിഗ്രി ആണ് കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളിപ്പോ ലാസ്റ്റ് ഡിഗ്രി എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും നമുക്ക് ഈ പറയുന്ന ഓഗസ്റ്റ് 1 മുൻപായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരും, നിങ്ങളുടെ റിസൾട്ട് വരുമെന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ CAPF SI അതുപോലെ ഡൽഹി പോലീസിലേക്കുള്ള SI, ഈ 2 കാറ്റഗറിയിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡൽഹി പോലീസിലേക്കുള്ള SI ആ ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ പ്രിഫറൻസ് വെക്കുന്നതെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് അവർക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കൂടി ഉണ്ടായിരിക്കണം. ശ്രദ്ധിക്കുക, ഇത് വരുന്നത് നമ്മുടെ ഡൽഹി പോലീസിലേക്കുള്ള SI പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമായിരിക്കും എന്ത്, ഈ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ കൂടാതെ ഒരു വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കൂടി വേണമെന്ന് പറയുന്നത്. നമ്മുടെ CAPF വരുന്ന SI പോസ്റ്റിലേക്കാണെങ്കിൽ ഇത് നിർബന്ധമില്ല. ഡൽഹി പോലീസിലേക്കുള്ള SI പോസ്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് എന്ത്, ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യം നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് ഏജ് ലിമിറ്റ് ആണ്, പ്രായപരിധി. ഓക്കെ, അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം 20 മുതൽ 25 വയസ്സ് ഈ പറയുന്ന ഏജ് ലിമിറ്റിന് ഇടയിലുള്ളവർക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ആൻഡ് ഈ ഒരു ഏജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2024 ഓഗസ്റ്റ് 1 ആ ഒരു ഡേറ്റ് വെച്ചിട്ടായിരിക്കും. 2024 ഓഗസ്റ്റ് 1 മുൻപായിട്ട് അല്ലെങ്കിൽ അതിന് ആ ഒരു ഡേറ്റ് വെച്ചിട്ട് എന്താണ്, നിങ്ങൾക്ക് 25 വയസ്സ് കവിഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ തന്നെ 20 വയസ്സ് പൂർത്തിയായിരിക്കണം. 20 നും 25 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിൽ പ്രത്യേകം അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബോൺ നോട്ട് earlier than 2/8/1999 ആൻഡ് നോട്ട് ലേറ്റർ ദാൻ 1/8/2004. അപ്പൊ എന്താ പറയുന്നത്, 1999 ഓഗസ്റ്റ് 2 മുൻപ് ജനിച്ചവരായിരിക്കരുത്. ആൻഡ് ഒരു കാര്യം കൂടി, 2004 ഓഗസ്റ്റ് 1 ശേഷം ജനിച്ചവരുമായിരിക്കരുത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 2 ഡേറ്റുകൾ സ്പെസിഫിക് ആയിട്ട് അവർ പറയുന്നുണ്ട്. ഈ പറയുന്ന 2 ഡേറ്റുകൾ ഇതിന് ഇടയിൽ ജനിച്ചവർക്കാണ് എന്ത്, അപ്ലൈ ചെയ്യാൻ സാധിക്കുക. കാരണം അതിന് ഇടയിൽ ജനിച്ചവരായിരിക്കും ഈ പറയുന്ന 20 മുതൽ 25 വയസ്സ് വരെ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുക. ഇനി ഇവിടെയും എന്താണ്, നമ്മൾ ആ ഫീസിന് എക്സംഷൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഏജ് ലിമിറ്റിലേക്ക് വരുമ്പോൾ ഇവിടെയും എന്താണ്, കുറച്ച് കാറ്റഗറിക്കാർക്ക് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അത് നമ്മൾ ആസ് യൂഷ്വൽ പറയുന്നത് പോലെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനാണെങ്കിലും നമ്മൾ പറയുന്നത് പോലെ ഫസ്റ്റ് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ OBC ആണ്. OBC-കാർക്ക് 3 വയസ്സ് വരെ ഏജ് റിലാക്സേഷൻ, അതായത് 25 എന്ന് പറയുമ്പോൾ അവർക്ക് 28 ഇയേഴ്സ് വരെ എന്താണ് അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും OBC കാറ്റഗറി ആണെങ്കിൽ. അതുപോലെ SC/ST കാറ്റഗറി ആണെങ്കിൽ അവർക്ക് 5 ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് അവർക്ക് 25 എന്നുള്ളത് എന്താണ് 30 ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ കണ്ടു, ഡിഗ്രി ആണ്. അതുപോലെ നമ്മുടെ ഏജ് ലിമിറ്റ് കണ്ടു, 20 to 25 ആണ്. അപ്പൊ ഈ പറയുന്ന ഏജ് ലിമിറ്റും ഈ പറയുന്ന ക്വാളിഫിക്കേഷനും ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാർച്ച് മാസം 28-ാം തീയതിക്ക് മുൻപായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. CAPF-ലേക്കുള്ള SI അതുപോലെ ഡൽഹി പോലീസിലേക്കുള്ള SI ഈ 2 പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ SSC ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ നല്ലൊരു അവസരമാണ്. നമ്മുടെ സാലറി സ്കെയിൽ ഒക്കെ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ വളരെ നല്ലൊരു അവസരമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മടിക്കരുത്. നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പൊ എക്സാം ഡേറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മെയ് മാസത്തിലാണ് എക്സാം നടക്കാനായിട്ട് പോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു എക്സാമിന്റെ നമുക്ക് ഈ ഒരു CAPF-ലേക്ക് വരുന്ന SI അതുപോലെ ഡൽഹി കോൺസ്റ്റബിളിലേക്ക് വരുന്ന SI, അപ്പൊ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്ന് കൂടി നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടാകും. ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്ന സ്റ്റെപ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമുക്കുള്ളത് ഒരു ഓൺലൈൻ എക്സാം ആണ്. പേപ്പർ 1 എന്ന് പറയും. ഓൺലൈൻ എക്സാം ആയിട്ടായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കുക പേപ്പർ 1-ൽ. ആ ഒരു എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുള്ളത് ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, അതായത് കുറച്ച് നമുക്ക് ഇവന്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. അത് കൂടാതെ നിങ്ങൾക്കൊരു ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടാകും. അതായത് നമുക്ക് കുറച്ച് ഇവന്റ്സ് ഒക്കെ ഉണ്ട്. ആ പറയുന്ന ഇവന്റ്സ് ഒക്കെ എന്താ നിങ്ങൾ ക്ലിയർ ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു പേപ്പർ 2 ആണ്. അതായത് വീണ്ടും ഒരു ഓൺലൈൻ എക്സാം ഉണ്ട്. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം ആയിട്ട് കടന്നു വരുന്ന ഒരു ഓൺലൈൻ എക്സാം ആണ് പേപ്പർ 2 എന്ന് പറയുന്നത്. അപ്പൊ പേപ്പർ 1-ന്റെയും പേപ്പർ 2-ന്റെയും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വരും സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
അപ്പൊ ഞാൻ ജസ്റ്റ് ആ ഒരു സെലക്ഷന്റെ ആ ഒരു സ്കീം അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. സോ ഫസ്റ്റ് നമ്മൾ കാത്തിരിക്കുന്നത് പേപ്പർ 1 ആണ്. അത് കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വരുന്നത് പേപ്പർ 2 ആണ്. അപ്പൊ ഈ പേപ്പർ 2 നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിയുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും. ഇതെല്ലാം കഴിയുകയാണെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരും. പിന്നീട് നമുക്ക് ബാക്കി ജോലിയിലേക്കുള്ള ബാക്കി കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പേപ്പർ 1 എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? അത് നമ്മുടെ മെയ് മാസം നടക്കാൻ പോകുന്ന പരീക്ഷയാണ് ഈ പേപ്പർ 1 എന്ന് പറയുന്നത്. അപ്പൊ ഈ പേപ്പർ 1 പരീക്ഷയിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം, സിലബസ് അനുസരിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എത്ര മാർക്കിന്റെ എക്സാം ആണെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സോ അത് നമുക്കത് ക്ലിയർ ചെയ്യാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ്. റീസണിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഡയറക്ഷനും കോഡിംഗ്, ഡീകോഡിംഗ്, അനലോജി, റാങ്കിങ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരുന്ന ഒരു മേഖലയാണ് റീസണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 50 ചോദ്യങ്ങളാണ് റീസണിംഗ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരിക. ഈ ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമാണ്. അതായത് 50 മാർക്കിന്റെ ഒരു ഏരിയ ആണ് റീസണിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്, നമ്മുടെ GK ടോപ്പിക് ആണ്. അപ്പൊ നമ്മുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അതുപോലെ നമ്മുടെ കറന്റ് അഫയേഴ്സും നമ്മുടെ കമ്പ്യൂട്ടറും കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും ഒക്കെ കടന്നു വരുന്ന ഒരു മേഖലയാണ് ഈ ഒരു GK എന്ന് പറയുന്നത്. ഇവിടെയും എന്താണ് 50 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. അതായത് 50 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതം 50 മാർക്കിന്റെ ഒരു മേഖലയായിരിക്കും രണ്ടാമത്തെ പാർട്ട്. ഇനി മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് നമ്മുടെ മാത്സ് ആണ്. മാത്സ് നമുക്കറിയാം, നമ്മുടെ LCM, HCF, റേഷ്യോ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, നമ്മുടെ മെൻസുറേഷന്റെ ക്വസ്റ്റ്യൻസ്, ജിയോമെട്രി, ഇങ്ങനെയുള്ള നമ്മുടെ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെയും എന്താണ് 50 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമായതുകൊണ്ട് 50 മാർക്കായിരിക്കും അവിടെ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ആണ്. ഇതും എന്താണ് 50 ചോദ്യങ്ങൾ ഉണ്ടാവും, 50 മാർക്ക്. സോ ആകെ നമുക്ക് 100 ചോദ്യങ്ങൾ ഉണ്ടാകും. 100 മാർക്കിന്റെ ഒരു സെക്ഷൻ ആണ് പേപ്പർ 1 എന്ന് പറയുന്നത്. ഈ 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള സമയപരിധി എന്ന് പറയുന്നത് 2 മണിക്കൂറാണ് കേട്ടോ. 2 മണിക്കൂർ സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇതിന്റെ ഒരു മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ചോദ്യം നമുക്ക് തെറ്റി പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് നെഗറ്റീവ് മാർക്ക് വരും. അതായത് 0.25 1/4 മാർക്ക് എന്താണ് നിങ്ങളുടെ തെറ്റുത്തരങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസേഴ്സ് മാർക്ക് ചെയ്യുമ്പോൾ, ഓൺലൈൻ ടെസ്റ്റ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആൻസേഴ്സ് മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം മാർക്ക് ചെയ്യാനായിട്ട്. നെഗറ്റീവ്സ് ഒന്നും വരാതെ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് പേപ്പർ 2ലേക്ക് പോകാം. പേപ്പർ 2 നിങ്ങളെ കാത്തിരിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, അതിൽ നിന്ന് മാത്രമായിരിക്കും 200 ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇവിടെയും ഒരു ചോദ്യത്തിന് 1 മാർക്ക് ആയിരിക്കും. അതായത് 200 മാർക്കിന്റെ ഒരു എക്സാം ആയിരിക്കും പേപ്പർ 2 എന്ന് പറയുന്നത്. പേപ്പർ 2 അറ്റൻഡ് ചെയ്യാനുള്ള നിങ്ങളുടെ സമയപരിധി എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വരുന്നത് 0.25. അതായത് ഇവിടെ ഓരോ തെറ്റുത്തരത്തിനും നിങ്ങൾക്ക് 1/4 മാർക്ക് വീതമായിരിക്കും ഇവിടെ നഷ്ടമാവുക. സോ പേപ്പർ 1ന്റെയും പേപ്പർ 2വിന്റെയും നിങ്ങൾക്ക് ആ ഒരു എക്സാമിന്റെ സിലബസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. അതിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പൊ പേപ്പർ 1ന്റെയും പേപ്പർ 2ന്റെയും നമ്മൾ സിലബസ് കണ്ടു. അത് തന്നെ നമ്മൾ പറഞ്ഞു പേപ്പർ 1 കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾക്കുള്ളത് ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റും ആണ് നമ്മൾ ആദ്യമേ സ്കീം ഓഫ് എക്സാം കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് അല്ലേ. അപ്പൊ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? നമുക്ക് ആദ്യമേ പുരുഷന്മാരുടെ കാര്യം നോക്കാം. നമ്മൾ മെയിൽ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ പുരുഷന്മാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് മിനിമം 170 സെന്റിമീറ്റർ, മിനിമം 170 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഇനി എസ് ടി വിഭാഗക്കാർക്ക് മാത്രമാണ് റിലാക്സേഷൻ ഉള്ളത്. അപ്പൊ ST കാറ്റഗറിയിൽ പെടുന്ന മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 162.5 സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് മതിയാകും. ക്ലിയർ ആണോ? ജനറൽ കാറ്റഗറിയിലുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 170 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാകണം. ST കാറ്റഗറിയിൽ മാത്രം ഉൾപ്പെടുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് 162.5 സെന്റിമീറ്റർ മതിയാകും ഹൈറ്റ്. ഇനി നമ്മൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി നമ്മൾ പറയുമ്പോൾ 157 സെന്റിമീറ്റർ 157 സെന്റിമീറ്റർ ആണ് അവരുടെ ഹൈറ്റ് വരിക. അതിൽ തന്നെ ST വിഭാഗത്തിലുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് 154 സെന്റിമീറ്റർ മതിയാകും അവരുടെ മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹൈറ്റ് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി വരുന്നത് നമ്മുടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് ആണ്. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമായിരിക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, ഫീമെയിൽസിന് ആപ്ലിക്കബിൾ അല്ല. അപ്പൊ മെയിൽ കാൻഡിഡേറ്റ്സിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന മെയിൽ കാൻഡിഡേറ്റ്സ് അവരുടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് മിനിമം 80 സെന്റിമീറ്റർ ആയിരിക്കണം. ഇത് 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ പോസിബിൾ ആയിരിക്കണം എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതായത് എക്സ്പാൻഷൻ ചെയ്ത് കഴിയുമ്പോൾ 85 സെന്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. ഇനി ST വിഭാഗത്തിൽ പെടുന്ന പുരുഷന്മാരാണെങ്കിൽ അവർക്ക് 77 സെന്റിമീറ്റർ ആണ് അവരുടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് പറയുക. ഇനി എക്സ്പാൻഷന് ശേഷമാണെങ്കിൽ 82 സെന്റിമീറ്റർ ആയിരിക്കും.
അവരുടെ ചെസ്റ്റിന്റെ എക്സ്പാൻഷൻ വരുന്നത്. അത് ST കാറ്റഗറിയിലുള്ള പുരുഷന്മാർക്കാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിലുള്ള മെഷർമെന്റ്സ്, ഹൈറ്റ്, ചെസ്റ്റ്, ഇതുപോലുള്ള മെഷർമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഹൈറ്റിന് പോലെ തന്നെ അതിനോടൊപ്പം ഉള്ള വെയിറ്റും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നിങ്ങൾ ഈ പറയുന്ന പേപ്പർ 1 ക്ലിയർ ചെയ്തു, ഈ പറയുന്ന ഹൈറ്റും ചെസ്റ്റിന്റെ മെഷർമെന്റ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അടുത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു കായികക്ഷമതാ പരിശോധന പരീക്ഷയാണ് അല്ലെ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ആദ്യം നമുക്ക് പുരുഷന്മാരോട് നോക്കാം. പുരുഷന്മാരോട് നോക്കുമ്പോൾ അവരുടെ ഫസ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത് ഒരു റേസ് ആണ്. അപ്പൊ റേസിൽ അവർക്ക് 100 മീറ്റർ അവർ കവർ ചെയ്യണം, അതായത് 16 സെക്കൻഡുകൾ കൊണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത് 16 സെക്കൻഡുകൾ കൊണ്ട് 100 മീറ്റർ അവർ കവർ ചെയ്യണം. രണ്ടാമത് അവർ പറയുന്നത് 6.5 മിനിറ്റ് കൊണ്ട് 1.6 കിലോമീറ്ററും അവർ കവർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൽ കാൻഡിഡേറ്റ്സ് വരിക. ഇനി അതുപോലെ തന്നെ ലോങ് ജമ്പ് ആണ് എന്നുണ്ടെങ്കിൽ അവര് കവർ ചെയ്യേണ്ട ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.65 മീറ്റേഴ്സ് ആണ്. 3 ചാൻസ് അവർക്ക് ലഭിക്കും. ആ 3 ചാൻസിൽ ഏതെങ്കിലും ഒരു ചാൻസ് കൊണ്ട് എന്താണ് അവർ 3.65 മീറ്റേഴ്സ് ലോങ് ജമ്പ് ചാടിയിരിക്കണം. ഇനി അടുത്ത് വരുന്ന ഒരു ഇവന്റ് എന്ന് പറയുന്നത് ലോങ് ജമ്പ് ആണ്. അപ്പൊ ലോങ് ജമ്പിലേക്ക് വരുമ്പോൾ ഇവിടെയും എന്താണ് അവർക്ക് 3 ചാൻസസ് കൊടുക്കും. അപ്പൊ ഏതെങ്കിലും ഒരു ചാൻസിൽ എന്താണ് അവർ 1.2 മീറ്റർ അത്രയും ഹൈറ്റിൽ എന്താണ് ഇവർക്ക് ചാടാൻ സാധിക്കണം. അതാണ് ഹൈ ജമ്പിന്റെ ക്വാളിഫിക്കേഷൻ വരുന്ന 1.2 മീറ്റർ ആണ്. ഓക്കെ, ഇനി മാത്രമല്ല മറ്റൊരു ഇവന്റ് കൂടി ഉണ്ട്, അതാണ് ഷോർട്ട് പുട്ട്. ഷോർട്ട് പുട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് 4.5 മീറ്റർ ആണ് അവർ ആ ഒരു ഷോർട്ട് പുട്ട് എറിയേണ്ട, അത്രയും ദൂരം അവരത് എറിയണം. അവിടെയും എന്താണ് അവർക്ക് 3 ചാൻസസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ റേസ് മാത്രം നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഷോർട്ട് പുട്ട് ഈ 3 ഇവന്റ്സിലും എന്താണ് 3 ചാൻസസ് വീതം ലഭിക്കും. അപ്പൊ ഓരോന്നിനും ക്വാളിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിലേക്ക് പോവുകയാണ്. അപ്പൊ ഫീമെയിൽ കാൻഡിഡേറ്റ്സിലും എന്താണ് ഇതുപോലെ ഒരു റേസ് ഉണ്ടാകും. അപ്പൊ ആ റേസിൽ എന്താണ് 18 സെക്കൻഡുകൾ കൊണ്ട് 100 മീറ്റർ ഇവർ കവർ ചെയ്യണം. അതുപോലെ തന്നെ 4 മിനിറ്റ് കൊണ്ട് 800 മീറ്റർ. ഓക്കെ, അപ്പൊ റേസ് വരുന്ന 2 ഇവന്റ് ആണ്. 100 മീറ്റർ ഓട്ടവും ഉണ്ട്, അതുപോലെ തന്നെ 800 മീറ്റർ ഓട്ടവും ഉണ്ട്. ഈ 100 മീറ്റർ കവർ ചെയ്യേണ്ടത് 18 സെക്കൻഡുകൾ കൊണ്ടാണ്. 800 മീറ്റർ ഓട്ടമാണെങ്കിൽ അവർ കവർ ചെയ്യേണ്ടത് എത്രയാണ് 4 മിനിറ്റ് കൊണ്ടായിരിക്കും കവർ ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ഇവന്റ് എന്ന് പറയുന്നത് ലോങ് ജമ്പ് ആണ്. ഇവിടെ സ്ത്രീകൾക്കും എന്താണ് 3 ചാൻസസ് ഉണ്ടാകും. ഈ ലോങ് ജമ്പിൽ അവര് 2.7 മീറ്റർ ദൂരത്തിലേക്കാണ് എന്ത് അവർ ചാടേണ്ടത്. ഇനി അതുപോലെ ഹൈ ജമ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവര് 0.9 മീറ്റർ ഉയരത്തിലായിരിക്കും ചാടേണ്ടത്. ഇവിടെയും എന്താണ് 3 ചാൻസ് അവർക്ക് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് സ്ത്രീകൾക്ക് എന്താണ് ഷോർട്ട് പുട്ട് എന്ന് പറയുന്ന ആ ഒരു ഇവന്റ് സ്ത്രീകളുടെ ഒരു മത്സര ഇനമായിട്ട് കണക്കാക്കുന്നില്ല കേട്ടോ. അപ്പോൾ സ്ത്രീകളുടെയും പുരുഷന്മാർക്കും വ്യത്യസ്തമായ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റും ഇത് രണ്ടും എന്താണ്, ഇത് രണ്ടും ജസ്റ്റ് ക്വാളിഫയിങ് മാത്രമായിരിക്കും. ഇതിന്റെ മാർക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ എന്താണ് ഇത് നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. അത് ക്വാളിഫൈ ചെയ്താൽ മാത്രമാണ് എന്ത് നമ്മൾ ആദ്യമേ കണ്ട പേപ്പർ 2 എക്സാമിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ പേപ്പർ 2 എക്സാമും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു CAPF നോട്ടിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട പ്രായപരിധി, അതിന്റെ ക്വാളിഫിക്കേഷനും അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ എക്സാം പാറ്റേൺ എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമുക്ക് മുൻപിലുള്ള ആ ഒരു 2.5 അല്ലെങ്കിൽ 3 മാസക്കാലം നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ പേപ്പർ 1 പേപ്പർ 2 ഒക്കെ നമുക്ക് സുഖമായിട്ട് ക്ലിയർ ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ എന്താണ് നിങ്ങൾ ഫിസിക്കലിന്റെ പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഈ ഒരു CAPF എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ റോംബസ് ലേണിംഗ് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമുക്ക് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ വരുന്ന മാർച്ച് 18-ാം തീയതിയാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ബാച്ചിന്റെ ഹൈലൈറ്റ്സ് ഇതൊക്കെയാണ്. അതായത് നമ്മൾ 400-ലധികം റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ സിലബസ് പ്രകാരം നമ്മുടെ ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ്, GK, അപ്പൊ ഇതെല്ലാം ഉൾപ്പെടുന്ന നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ 400-ലധികം റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാകും. അത് കൂടാതെ എന്താണ് നമുക്ക് ഓരോ ടോപ്പിക് അടിസ്ഥാനത്തിൽ നമ്മളുടെ എക്സ്പേർട്ട് ആയ ടീച്ചേഴ്സിന്റെ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ ലഭിക്കുന്നതാണ്. അത് കൂടാതെ നമ്മൾ എന്താണ് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഓരോ ദിവസം നമ്മൾ ഓരോ ടോപ്പിക്കുകൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ടോപ്പിക് അടിസ്ഥാനത്തിലായിരിക്കും എന്ത് നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ വരിക. അങ്ങനെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് ആണ്. അതായത് ഈ പറയുന്ന എക്സാം ഇപ്പൊ നമ്മൾ പേപ്പർ 1-ന്റെയും പേപ്പർ 2-ന്റെയും സിലബസ് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ മാത്സ്, റീസണിങ് ഏരിയാസിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് സെക്കൻഡ്സ് കൊണ്ട് നമ്മൾ ആൻസറിലേക്ക് എത്തണം. അതായത് നമുക്ക് നമ്മുടെ തന്നിരിക്കുന്ന ചോദ്യം അതിന്റെ 4 ഓപ്ഷൻസ് ഉണ്ടാകും. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് തെറ്റുത്തരങ്ങൾ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ടെക്നിക്സും അതുപോലെ തന്നെ സ്മാർട്ട് ആയിട്ട് ഈ എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ബാക്കിയുള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. കൂടാതെ നമുക്ക് ഓരോ ക്ലാസ്സുകളുടെയും PDF നോട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള നോട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ നോട്ടുകളുടെ ഒക്കെ പ്രത്യേകത, നമ്മുടെ ക്ലാസ്സുകളുടെ നമ്മുടെ കണ്ടന്റ് ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് വിന്നേഴ്സ് ആണ്. മുൻ വർഷങ്ങളിൽ ഇതുപോലുള്ള മത്സര പരീക്ഷകൾ എഴുതി വിജയിച്ച വിന്നേഴ്സ് ആണ് ഈ ഓരോ കണ്ടന്റും റെഡിയാക്കുന്നത്. സോ
കറക്റ്റ്ലി പൂർണ്ണമായിട്ടും എന്താണ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെയാണ് നമ്മൾ ഈ നോട്ട്സുകളെല്ലാം നമ്മൾ റെഡിയാക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് നമുക്ക് എക്സ്പെർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെയും അതുപോലെ മെന്റേഴ്സിന്റെയും ആ ഒരു പരിശീലനം ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ടോപ്പിക് അടിസ്ഥാനത്തിൽ മുൻവർഷ ചോദ്യങ്ങൾ, അതായത് പ്രീവിയസ് ഇയറിൽ ഈ പറയുന്ന പരീക്ഷകളിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, അതിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ബാച്ചിന്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. കാരണം ഞാൻ പറഞ്ഞു, നല്ലൊരു ജോബാണ്, കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഒരു യൂണിഫോം ജോലിയാണ്, അത്രയും ഹൈ റേഞ്ചിലുള്ള ഒരു ജോലിയാണ്. അപ്പോൾ ഈ വരുന്ന മെയ് മാസമാണ് എക്സാം നടക്കാനായിട്ട് പോകുന്നത്. ഇനിയുള്ള സമയം നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.